ലൂക്കോസ് വിശേഷം 12:15 മുതൽ 21 വാക്യം ഒരാൾ വായിക്കും. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യരും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം സംസാരിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കൃപയിൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുന്നു. ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും അനുഗ്രഹിക്കപ്പെടുവാൻ ജനത്തിന് മേൽ വിടുതൽ വ്യാപരിക്കാതെ വരുത്തണം കർത്താവേ. ഇന്ന് വന്ന ജനത്തിൻ്റെ മേൽ മനസ്സലിനം കർത്താവേ. ആത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ദൈവപ്രവൃത്തി വ്യാപരിക്കണം. ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കണം. വലിയ വിടുതലുകൾ സംഭവിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ കരം 24 ഇതുവരെ നിർത്തിയനായി സ്തോത്രം കർത്താവേ. ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അധ്യക്ഷനായി കൂടെ ഇരിക്കണം. ശബ്ദം വിളിച്ചെല്ലാം നിയന്ത്രിക്കണം. സകല യേശു ക്രിസ്തു നാമത്തന്നെ ആമേൻ. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ പോരെ ഹല്ലേലൂയ. ഒരു ഉന്മേഷത്തോടെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. ഇന്ന് കയറുന്നവേ നമ്മുടെ അസിസ്റ്റൻ്റ് പാസ്റ്റർ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ദൂതുണ്ടാവും. ചിലപ്പോൾ വ്യക്തമായിട്ട് അവസാന നിമിഷങ്ങൾ ഇടപെടും. 24 പ്രാപിക്കേണ്ട അനുഗ്രഹം 24 പ്രാപിക്കണം, അല്ല 25 കൊണ്ടുപോകരുത്. 24 ഇന്നലെ ഞാൻ തമിഴ്നാട് ഇങ്ങനെയാണ് പറഞ്ഞത്. 24 കിട്ടേണ്ട അനുഗ്രഹം 24 തന്നെ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. 24 പലരും അലസ്യമായി കളഞ്ഞു. ഒരാഴ്ചത്തെ ആരാധന നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ശത്രുവിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. ഈ ലോകത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടി വരും. ഇന്ന് പറയണം, ഇന്ന് നമുക്ക് ഈ വർഷത്തിൻ്റെ അനുഗ്രഹം 2024 അനുഗ്രഹം 25 നീട്ടിക്കൊണ്ടു പോകാനല്ല. ഈ വർഷത്തിൻ്റെ അനുഗ്രഹം ഈ അവസാന നിമിഷത്തിലേക്ക് ഞാൻ എടുക്കും കർത്താവേ. ദൈവം എന്നെ പണിയണമേ എന്ന് പറയുന്നവർക്ക് വേണ്ടി ദൈവ പ്രവൃത്തി ഇന്ന് വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് ലൂക്കോസ് വിശേഷം 12:15 മുതൽ 21 എന്നാൽ പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ദ്രവ്യാഗ്രഹം പണത്തിനോടുള്ള, നമ്മൾ കുറേ ദിവസം കൊണ്ട് പണത്തിലാണ് പിടിക്കുന്നത്. കാര്യം എന്താണ്? പണം നമ്മെ ഭരിക്കരുത്, നാം പണത്തെ ഭരിക്കണം. ഒരിക്കലും പണത്തിൻ്റെ ബാക്കിലെ പോകരുത്, നമ്മുടെ ബാക്കിലേക്ക് പണം വരണം. നന്മയും കരുണയുമൊക്കെയും ആഷ്കാലമൊക്കെയും പിന്തുടരും. ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് മുമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം നോക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ സമർത്ഥമായി അനുഗ്രഹിച്ചു. ഞെരുങ്ങേണ്ട എൻ്റെ പേഴ്സ് കാലിയായിട്ടുണ്ട്. എൻ്റെ പേഴ്സ് എപ്പോഴും കാലിയാവുന്ന അനുഭവം. പക്ഷേ കാലിയായി മണിക്കൂർ കഴിയുമ്പോൾ അതിന് ഡബിളായിട്ട് നിറയുന്നുമുണ്ട്. ഹല്ലേലൂയ. കാലിയായി തീരുന്ന സമയത്ത് തന്നെ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ സ്ഥാനം നിറയ്ക്കുന്ന ദൈവമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു നാരങ്ങ കുടിക്കാൻ പൈസ കാണത്തില്ല. അത്രത്തോളം അതിൻ്റെ മേൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സ് ഞാൻ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ഈ വർഷത്തിൽ പലപ്പോഴും കാലിയായിട്ടാണ് കൊണ്ടുവച്ചത്. കാലിയായിട്ടാണ്. പക്ഷെ നേരം വെളുക്കുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ വരുമ്പോൾ ദൈവം ചിലത് കരുതി അതിനകത്ത് വയ്ക്കും. ദൈവം അതിനകത്ത് കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ പേഴ്സിനകത്ത് കാലിയല്ല. ഹല്ലേലൂയ. കാരണം പലപ്പോഴും നമ്മൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു, പിന്നെ അവരോട് പറഞ്ഞ ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. നമ്മളെ പണത്തിനോടുള്ള എന്നുവെച്ചാൽ നമുക്കെല്ലാം വേണം. പൈസ നമുക്ക് അനുഗ്രഹമാണ്, സാമ്പത്തികം ആവശ്യമാണ്. പക്ഷെ ഒരിക്കലും അതിലോട്ട് വീഴരുത്. ആരാധന മുടക്കിയുള്ള ജോലിക്ക് പോക്ക്. ഇന്ന് ആരാധന കഴിഞ്ഞിട്ട് ചിലരൊക്കെ ആമേകാലെന്ന് പലരും ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്. ആരാധനയുടെ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കണക്കുണ്ട്. നമ്മൾ എന്നൊക്കെ 6 ദിവസത്തിൽ നമുക്ക് 7 ദിവസത്തിൽ 6 ദിവസം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുതരികയാണ് ദൈവം, അല്ലേ? ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. 6 ദിവസവും നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുതരാം. നിങ്ങൾക്ക് എവിടെ വേണം പോകാം, എവിടെ വേണം യാത്ര ചെയ്യാം. പക്ഷേ 7-ാം ദിവസം നിൻ്റെ കാലടക്കി വെച്ചേ പറ്റൂ. അല്ലാത്ത പക്ഷേ ഞങ്ങൾ പറഞ്ഞു
കാലൊന്നും അടക്കി വയ്ക്കില്ല പാസ്റ്റർ, എൻ്റെ കാലടക്കാൻ എന്നെ കൊണ്ടേ പറ്റണില്ല. പലരും പറയും എൻ്റെ കാലടക്കി. എനിക്ക് എപ്പോഴും ചിലർ പറയില്ലേ, എടാ തിളപ്പ് നിർത്ത്, എടി എവിടെ കിടന്ന് തിളയ്ക്കണത്. പലർക്കും കാലൊന്നും അടക്കി വയ്ക്കാൻ പറ്റില്ലെങ്കിൽ അടക്കി വയ്ക്കണ ഒരു ദിവസം വരും. അടക്കി വയ്ക്കണ ഒരു ദിവസം വരും. ഇപ്പോൾ നമ്മുടെ രക്തപ്പച്ചലൊക്കെ നമുക്ക് തോന്നും, അമ്മ അക്കരെ പോകാം ഇക്കരെ പോകാം ചാടാ ഹല്ലേലൂയ. പലരും യാന്തി നടക്കുമ്പോൾ ഇന്ന് ഓടുന്നുണ്ടെങ്കിൽ പറ, ഞാൻ ദൈവത്തിൻ്റെ സ്ഥലം നിൽക്കുന്നത് കൊണ്ടാ. പലരും ഇന്ന് വീണ് കിടക്കുന്ന സമയത്ത്, ഇന്ന് പലപ്പോഴും തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ പറ, ഇന്ന് പലപ്പോഴും പലതിനെ കണ്ട് ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ആമേ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആർത്തി വരുമ്പോൾ ചില പരാജയത്തിലേക്ക് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പരാജയത്തെ കാണിക്കുന്നുണ്ട്. എവിടെയും നമ്മെ ഒരു പരാജയത്തിൽ നയിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളും. ദൈവം തരുന്ന നന്മയിൽ നമ്മൾ തൃപ്തിപ്പെടണം. എവിടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നോക്കിയല്ല, നമ്മൾ യേശുവിനെ നോക്കിയാണ്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, മറ്റുള്ളവർ എങ്ങനെ ആയിരിക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ ആരെയും നോക്കരുത്. അടുത്തുള്ളവർ എങ്ങനെ കഴിക്കുന്നുണ്ട് നമ്മൾ നോക്കരുത് കുഞ്ഞെ. നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണ്, അവൻ നല്ല രീതിയിൽ കാര്യമായിട്ട് കഴിക്കും. ചിലപ്പോൾ അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു വെറും കട്ടൻ ചായ കുടിക്കാനേ നിവൃത്തി കാണത്തുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് കയറുമ്പോൾ ഒരു മുറുക്കും ഒരു കട്ടൻ ചായ കുടിക്കാൻ നിവർത്തി കാണത്തുള്ളൂ. പക്ഷെ അടുത്തിരിക്കുന്നവൻ, നമ്മുടെ തൊട്ട് മേശയിലിരിക്കുന്നവൻ, അവൻ കാര്യമായിട്ട് കഴിക്കുമ്പോൾ അവരെ നോക്കി നമ്മൾ നെടുവീർപ്പ് വിടണ്ട. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപയുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവ സകലത്തിൻ്റെ മേൽ അനുഗ്രഹിക്കുവാനിട വരും. മറ്റുള്ളവരെ സാമ്പത്തികം നോക്കിയോ, മറ്റുള്ളവരെ അനുഗ്രഹം നോക്കിയോ, മറ്റുള്ളവരുടെ ബഡ്ജറ്റ് നോക്കിയോ എന്നല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ നോക്കിയാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം. ചിലത് ഒഴിയേണ്ടത് ഒഴിയണം. ദൈവഹിതമില്ലാത്ത വരുമ്പോൾ ഒഴിഞ്ഞുകൊള്ളണം. പണത്തിൻ്റെ ബേക്കിൽ പോകുമ്പോൾ ഒഴിഞ്ഞുകൊള്ളണം. ദ്രവ്യാഗ്രഹം നിന്നെ തകർക്കും. ദ്രവ്യാഗ്രഹം നിനക്ക് ആത്മീയയിൽ കയറി വരാൻ പറ്റത്തില്ല. ദ്രവ്യാഗ്രഹം യേശുവിനോട് ദ്രവ്യാഗ്രഹം എന്ന് വെച്ചാൽ അതിനുള്ള ആർത്തി. നമുക്ക് പണം ആവശ്യമാണ്, വേണ്ടതുമല്ല, എല്ലാം അതിൻ്റെ രീതിയിൽ അളവനുസരിച്ച് വേണം. പണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റൂ. പക്ഷെ അതിനകത്ത് മൂടിപ്പോകരുത്, അതിനകത്ത് നമ്മൾ വീണു പോകരുത്, അതിനകത്ത് തകർന്നു പോകരുത്. അതവിടെ വചനം പറയുന്നത്. അതിനെ ഒഴിഞ്ഞുകൊള്ളണം. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാൽ, അടുത്ത് പറയുന്നു, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാൽ അവൻ്റെ വസ്തുവിലെ അവൻ്റെ ജീവന് ആധാരമായി ഒന്നും പറയുന്നു. എന്നാൽ ഒരുത്തന് സമൃദ്ധി ഉണ്ടായാൽ, അവൻ അനുഗ്രഹം കൂടിക്കഴിഞ്ഞാൽ അവനെക്കുറിച്ച് പറയുകയാണ്. 16-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഒരു ഉപമ പറയുകയാണ്. എന്തായിരുന്നു ഉപമ? വായിച്ചു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയെല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അതെ, ഒരു ഉപമ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ധനവാനൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. ധനവാൻ്റെ ഒരു ഭൂമി എങ്ങനെ നന്നായിട്ട് വിളഞ്ഞു, നല്ല കൃഷി ഉണ്ടായി. ശരിക്കും എന്ന് ഉണ്ടാവുന്നതിനെക്കാട്ടിലും എല്ലാ ആണ്ടിലും ഉണ്ടാവുന്നതിനെക്കാട്ടിലും ഈ ആണ്ടിൽ നന്നായിട്ട് ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്തു ചെയ്യേണ്ടതെന്ന് വിളവ് കൂടിയപ്പോൾ സ്ഥലം പോരാകുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം ഗോഡോൺ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കളപ്പുര, അല്ലെങ്കിൽ പത്തായപ്പുര. ഇപ്പോൾ നമുക്ക് നെൽകൃഷി ഇപ്പോൾ ശരിക്കും സാധാരണ വിളയുന്നതിനെക്കാട്ടിലും 1000 മടങ്ങാണ് വിളഞ്ഞത്. വിളവ് കൂടിയപ്പോൾ ഈ ധനവാന് മനസ്സിന് ടെൻഷൻ തോന്നി, ഞാനിത് എവിടെ വയ്ക്കും, ഇത് എനിക്കുള്ളതാണ്, എൻ്റെ വസ്തുവിനുണ്ടായത്. ഇപ്പം എല്ലാവരെയും വസ്തുവിലുണ്ടാവുന്നത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൂമിയിൽ വിളയുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ സമൃദ്ധമായി വിളഞ്ഞു. ആ വർഷത്തിൽ ഏറ്റവും നല്ല രീതിയിൽ 100 മേനിയായിട്ട് വിളഞ്ഞു. അപ്പോൾ
അവൻ പറഞ്ഞത് ഇത് വയ്ക്കുവാൻ, ഇതെല്ലാം ശേഖരിച്ചു വയ്ക്കണം. ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും? എനിക്ക് സ്ഥലം പോരാ. ഇപ്പോൾ ആയിരിക്കുന്ന ധനവാനനുസരിച്ചുള്ള വിളവനുസരിച്ച് സൂക്ഷിക്കാനുള്ള ആ പത്തായ പോരാ, അല്ലെങ്കിൽ ഗോഡൗൺ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഗോഡൗണിൽ കൊള്ളുന്നതിനപ്പുറമായൊരു സാമർഥ്യം അന്നുണ്ടായി. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ അളവനുസരിച്ച് നിങ്ങളുടെ പേഴ്സിന്, ഇപ്പോൾ സാധാരണ ഒരു പേഴ്സാണ്, ലേഡീസിന് ഒരു പ്രത്യേക പേഴ്സ് ഉണ്ട്, സഹോദരന്മാർക്ക് പ്രത്യേകം പേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സിന് നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ നിങ്ങളെ പേഴ്സിൽ കൊള്ളുമെന്നറിയാം, ഇത്രയും കിട്ടിയാൽ ഇത്രയും കൊള്ളും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒരു കിറ്റ് പണമാണ് എടുത്ത് തരുമ്പോൾ എടുത്തിങ്ങി തരുകയാണ്, ഒരു കിറ്റ് നിറച്ചെടുത്ത് തരികയാണ്, പണമാണ് എടുത്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സിനകത്ത് കൊള്ളുമോ? അവിടെ നിന്ന് കറങ്ങും. ഈ പേഴ്സിൽ കൊള്ളൂല. മനസ്സിലാവുന്നുണ്ടോ? ഈ പേഴ്സിൽ കൊള്ളൂല എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. എവിടെ? എൻ്റെ ഈ കളപ്പുരയിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഗോഡൗണിൽ, അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന വിളവ് സൂക്ഷിക്കുന്ന പ്രത്യേക സ്റ്റോർ റൂമിൽ കൊള്ളത്തില്ല. അവൻ ടെൻഷപ്പെട്ടു, വളരെ ഭാരപ്പെട്ടു. അവർ അധികമായി. പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഉള്ളത് ചെയ്യും. അപ്പോൾ പറഞ്ഞു ഇനി ഈ സ്ഥലം ഇങ്ങനെ ഇരുന്നാൽ പോരാ. അവന് പറഞ്ഞത് എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലുതാക്കും. എന്നുവെച്ചാൽ ഇനി കളപ്പുര പൊളിച്ചാൽ വലുതാക്കാൻ പറ്റുന്ന, ഇപ്പം ചെറിയ പേഴ്സ് മാറ്റി ഇനി വലിയ പേഴ്സ് എടുക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇപ്പം ചിലരുടെ പേഴ്സൊക്കെ ചെറിയ പേഴ്സായിരുന്നു, ഇപ്പം പേഴ്സ് നേരത്തെ കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു, ഇപ്പം മാറി മാറി ബാഗായിട്ട് മാറുന്നുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. മനസ്സിലായോ? ചില പേഴ്സിലൊക്കെ ചില കല്യാണമായിട്ട് നിൽക്കുന്നുണ്ട്. പണ്ട് പേഴ്സൊക്കെയാണ്, ഇന്ന് ബാഗും തൂക്കിയാണ് നിൽക്കുന്നത്. കാര്യം എന്ത്? പേഴ്സിനകത്ത് ഒതുങ്ങുന്നില്ല. നിങ്ങളെ കുറ്റം പറയുന്നല്ല. ആമേ, ഹല്ലേലൂയ. ഇവിടെ ധനവാന് സംഭവിക്കുന്നത് എൻ്റെ സാധാരണ സ്റ്റോർ റൂം എനിക്ക് പോരാ. അതുകൊണ്ട് ഈ വിളവ് വർദ്ധിച്ചപ്പോൾ ഞാൻ ഈ ഈ സ്ഥലം ഒന്ന് പൊളിക്കണം, ഇതിനൊന്ന് വലുതാക്കണം, അധികം വലുതാക്കണം, പണിയണം. പറഞ്ഞു, മനസ്സിൽ പറയാ ഞാൻ ഇതിനെ പൊളിക്കും. ഇപ്പോൾ ഉള്ളതിനെ പൊളിക്കും. സമൃദ്ധി കൂടുമ്പോൾ പറയും, അനുഗ്രഹം കൂടുമ്പോൾ പറയും ഇപ്പോൾ ഉള്ള സ്ഥലം എനിക്ക് പോരാ, എൻ്റെ സ്ഥലം ഇത് പോരാ. ഇപ്പോൾ ആ ഒരു വിശാലത്തിലേക്ക് എല്ലാം ശേഖരിക്കണം. എനിക്ക് ഒന്നും നഷ്ടപ്പെടുവാൻ പെടുത്താൻ പാടില്ല. ഇത് ഞാൻ തന്നെ അവനെ ശേഖരിക്കും, ഇതിനെ ഞാൻ സൂക്ഷിക്കും. എൻ്റെ വിളവ്, എൻ്റെ വസ്തുക്കൾ എല്ലാം പറയുന്നു, എല്ലാം അതിൽ കൂടി വയ്ക്കും. പൊളിച്ചിട്ട് പുതിയതൊന്ന് പണിയും. എന്നുവെച്ചാൽ ഈ സാധനം സൂക്ഷിക്കാൻ വേണ്ടി പഴയതിനുള്ളതിനെക്കാട്ടിലും പൊളിച്ച് കളഞ്ഞിട്ട് ഈ വലിയ സ്ഥലത്തോട്ട് വയ്ക്കും. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു അനുഗ്രഹം തരുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമോ? ഞാനാണെങ്കിൽ പറയും, എനിക്കൊരു അനുഗ്രഹം കൂടുതൽ പറയും, നമുക്കൊരു ജയം മാക്സിമം നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഒന്നെൻ്റെ അടുത്തുള്ളവർ കൊടുക്കും, അടുത്ത് താമസിക്കുന്നവർ കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ദൈവമൊക്കെ ഇവിടെ കൊടുത്ത് ഇവിടെ തീരാവുന്ന കേസുകളേ ഉള്ളൂ, അല്ലേ? മാക്സിമം എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എല്ലാവരും പറയൂല, ചിലർ മാത്രം പറയും മറ്റുള്ളവർ കൊടുക്കുക. ഇത്തിരി വലിപ്പമേറിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുമ്പോൾ അടുത്തുള്ളവർ കൊടുക്കുക. ചിലർ പറയും വീട്ടുകാർ നമുക്ക് കൊടുക്കണ്ട, നമുക്ക് വെച്ച് കഴിക്കാം. ഇതെല്ലാം ഈ ധനവാന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഇത് മറ്റുള്ളവർക്കല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ ശേഖരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഗോഡൗണിനെ ഞാൻ പൊളിക്കും, ഇതിനെല്ലാം ശേഖരിച്ചു വയ്ക്കും. ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ സാധാരണ സൂക്ഷിക്കുന്ന സ്ഥലം മതി, സ്റ്റോർ റൂം മതി. പക്ഷെ ആർക്കും കൊടുക്കാത്തത് കൊണ്ടാണ് കളപ്പുര പൊളിക്കേണ്ടി വന്നത്. ചിലത് പൊളിക്കേണ്ടി വന്ന എന്താണ്? അത് സൂക്ഷിക്കുവാൻ വേണ്ടി. ഈ സ്ഥലം, ഇപ്പോഴുള്ള സ്ഥലം പോരാ, അതിനെ വിശാലമാക്കണം. വിശാലമാക്കിയാൽ ഈ വിളവ് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ വയ്ക്കുമെന്ന് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾ നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാം, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക്
മതിയായ അനവധി വസ്തുവകകൾ സ്വരൂപിച്ചു വെച്ചുന്ന ഏറിയ ആണ്ടുകൾക്ക് തിന്നാൻ വേണ്ടി വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ആ സൂക്ഷിച്ചു വെച്ചിട്ട് പറഞ്ഞു, അവിടുന്ന് ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ആമേ, ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് ഇതാമേ തിന്നാനുണ്ടെങ്കിൽ എന്താണ്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. സമൃദ്ധി ഉണ്ടെങ്കിൽ, അനുഗ്രഹം കൂടുമ്പോൾ ആമേ ഭയങ്കര സന്തോഷമാണ്. ആമേ, ഇനി ഒരിക്കലും ആമേ ഹല്ലേലൂയ, ഇനി അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് പോകണ്ട, ബുദ്ധിമുട്ടണ്ട. ഒരു അനുഗ്രഹം വരുമ്പോൾ, ഒരു സമൃദ്ധി വരുമ്പോൾ, ഒരു നന്മ വരുമ്പോൾ ആമേ ഹല്ലേലൂയ, മനുഷ്യൻ്റെ മനസ്സുമായി പെട്ടെന്ന് ഹൃദയത്തിനകത്ത് ഓടി വരുന്ന ചിന്തകളായിരുന്നു ഇങ്ങനെയാ വന്നിരിക്കുന്നത്. ആശ്വസിക്കുക. എന്താണ്? എനിക്ക് തിന്നാൻ തന്നിരിക്കുന്നത് കൊണ്ട് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം. എനിക്ക് തിന്നാനുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം, കുടിക്കാനുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം. പക്ഷേ അവൻ ആനന്ദിക്കുമെന്ന് പറയും. പക്ഷേ മനസ്സിനകത്ത്, ഈ ധനവാന്റെ ഹൃദയത്തിനകത്ത് ആമേ മാനുഷ്യമായ ജഡീയമായ ചിന്തകളായിരിക്കുമ്പോൾ, അപ്പുറമായ ചിന്തയായിരിക്കുമ്പോൾ അവൻ്റെ ചിന്ത എപ്പോഴും എന്തായിരിക്കുന്നു? ആ ഭക്ഷ്യദാനത്തിനോടുള്ളതായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് മറ്റുള്ളവർക്ക് എത്ര പട്ടിണി വന്നാലും കുഴപ്പമില്ല, എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, എൻ്റെ കുടുംബത്തിനുണ്ട്. ദൈവം തന്നിരിക്കുന്നത് ഒന്നുപോലെ കളയാതെ അത്രയും ശേഖരിച്ച് അത്രയും സൂക്ഷിക്കേണ്ടതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് മനുഷ്യമായി പറയുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാം 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 ഉണ്ട് എന്ന് പറയുമ്പോൾ, എന്ന സ്വർഗം നോക്കി പറയുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം നോക്കി പറയുന്നുണ്ട്. ദൈവമേ അവനോട് ദൈവം അവനോട് പറഞ്ഞു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ആർക്ക് ഒരുക്കി വെച്ചെന്ന് ആർക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. മനുഷ്യമായ രീതിയിൽ ഒരുക്കി, മനുഷ്യമായ രീതിയിൽ എല്ലാം ഒരുക്കി സംഘടിപ്പിക്കുമ്പോൾ എല്ലാം എൻ്റേത് എൻ്റേത് എൻ്റേതെന്ന് ഇന്ന് പലതും എൻ്റേതെന്ന് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ നോക്കി തിരുവചനം വിളിച്ചു പറയുന്നു, ഇന്ന് എനിക്കുള്ളത് ഇത് എൻ്റേത് മാത്രം, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു വയ്ക്കുന്നവരോട് തിരുവചനം നോക്കി വിളിച്ചു പറയുന്നുണ്ട്. ദൈവം അവരെ നോക്കി, അവരെ മുഖത്ത് നോക്കി പറയുന്നൊരു വാക്കാണ്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കെന്ന് പറഞ്ഞു. നീ ഒരുക്കുമ്പോ നീ അറിയത്തില്ല നിന്റെ ജീവിതകാലം മുഴുവനും, എന്നുവെച്ചാൽ ഇവിടെ എത്ര കൊല്ലം ജീവിക്കണമെന്നും എത്ര കൊല്ലം തിന്നുമെന്നും നിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നീ ഒരു ഗോഡൗൺ നിറച്ച് അരി ഇറക്കി പൈസയുള്ള സമയത്ത് എടുത്ത് വെക്കുകയാണ്. ഒരു ഗോഡൗൺ നിറച്ച് അരി, ഒരു ഗോഡൗൺ നിറച്ച് ഗോതമ്പ്, ഒരു ഗോഡൗൺ നിറച്ച് പഞ്ചസാര, ഒരു ഗോഡൗൺ നിറച്ച് മാവ്, ഒരു ഗോഡൗൺ നിറച്ച് എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം അങ്ങ് നിറച്ച് വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ആശ്വസിക്കും എന്ന് പറയുന്നവരോട് സ്വർഗ്ഗം അവരെ നോക്കി പറയുകയാണ്, ആമേ, നീ ജഡത്തിന് വേണ്ടി കരുതുമ്പോൾ നിന്റെ ജഡത്തിന് വേണ്ടി ആഹാരം എല്ലാം വേണം. പക്ഷേ നിന്റെ പ്രാണന് ആർക്ക് അവകാശമുണ്ട്? ദൈവത്തിനെടുക്കാൻ അവകാശമുണ്ട്. നമ്മുടേതായി എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ദൈവം നോക്കും. എല്ലാ ആവശ്യത്തിന് വേണം ദൈവമക്കളെ, കരുതുന്നല്ല, എല്ലാം നമുക്ക് ആവശ്യത്തിന് വേണം. അനുഗ്രഹം ആവശ്യത്തിന് വേണം. ഒന്നും ദുരുപയോഗം ചെയ്യരുത്, അനുഗ്രഹം ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഈ വചനം പറയുമ്പോൾ ഞാൻ ഇന്ന് ശേഖരിക്കുന്നില്ല, എല്ലാം നഷ്ടപ്പെടുത്തി കിട്ടുന്ന പൈസ അതേപോലെ അടിച്ച് കളയാനല്ല, എല്ലാ ആവശ്യത്തിനും വേണം. അനാവശ്യ ചെലവുകൾ കളയരുത്. ആമേ ഹല്ലേലൂയ. അനാവശ്യമായി വരുന്ന ചെലവുകൾ കടം മറിച്ചും അനാവശ്യമായ ചെലവുകൾ കൂട്ടരുത്. എന്നാൽ ദൈവം തരുന്ന അനുഗ്രഹത്തിനകത്ത് തൃപ്തിപ്പെട്ടോളണം. നിങ്ങൾക്കൊരു അനുഗ്രഹം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം, സഭയിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം, പാവപ്പെട്ടവർ 10 പേർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, പാവപ്പെട്ട ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, RCCയിലുള്ള ഫുഡ് കൊടുക്കുക, സാധുക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നോർത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു നേരമെങ്കിലും ഭക്ഷണമില്ലാതെ കിടക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ദൈവം തരുന്നതനുസരിച്ച് ഈ സഭയിൽ ഞാൻ പറയും, ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് ചെയ്യുന്നവരാണ്. ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. നമ്മുടേതായ രീതിയിൽ മാറ്റുമ്പോൾ നമുക്ക് അനുഗ്രഹം വേണം. നമ്മുടെ അനുഗ്രഹം വേണം. ഒന്നും
ദുരുപയോഗം ചെയ്യരുത്. ഒരിക്കലും നമ്മൾ അനുഗ്രഹത്തെ കളഞ്ഞു കുളിക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടേതായ രീതിയിലൊക്കെ അനുഗ്രഹം ശേഖരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി എല്ലാം വേണം. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടി, ഒരു നന്മ കിട്ടി, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്ക്. ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. എന്നെ നോക്കി ആരും പറയത്തില്ല ഇങ്ങനെ ഒരിക്കലും കൊടുക്കാത്തവനും പിശുങ്കനും എച്ചിയാണ്, അയ്യോ ഇങ്ങനെ എച്ചിയാണെന്ന്. പക്ഷേ പറയും ഒരിക്കലും എനിക്ക് അറിഞ്ഞു വെച്ചുകൂടെ അറിയാം. ചിലപ്പോൾ ചിലർ പറയും കൂടുതൽ പൈസ വാങ്ങിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അയ്യോ ഇങ്ങനെ എച്ചി എന്നെന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ആയിരിക്കത്തില്ല, മറ്റൊരു കരുതലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അനുഗ്രഹം നമ്മുടെ മേൽ കൂടുതൽ വരുമ്പോൾ, നന്മ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ നോക്കി മൂടായി എന്ന് വിളിക്കത്തില്ല. ആമേ. ഹല്ലേലൂയ. ആമേ. ഇന്ന് വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്കൊരു നന്മ തരുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ കൊടുത്തു പോകണം. ഇതിൽ നിന്ന് എന്താ പഠിക്കുന്നത്? നമുക്കൊരു അനുഗ്രഹം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുത്ത് നിൻ്റെ അയൽവക്കക്കാർക്ക് കൂടെ കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് സഭയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല, നിൻ്റെ അയൽവക്കത്താരെ നിങ്ങൾ സ്നേഹം അവർക്ക് കൂടെ ഒന്ന് കൊടുത്ത് ആ സ്നേഹബന്ധത്തെ ഒന്ന് പുതുക്കണം. ഒരു വരിക്ക ചക്കയാണ് കിട്ടിയത്, നിൻ്റെ അയൽവക്കരുടെ ഒരു കഷ്ണം മുറിച്ച് കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേ. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നന്മകൾ കയ്യിൽ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ വരുമ്പോൾ, അല്ല ചീഞ്ഞ് നാറി നിൻ്റെ മക്കൾക്ക് നിനക്ക് തിന്നാതെ വരാൻ പറയും, മക്കളൊന്നും കൊണ്ട് കൊടു അപ്പുറത്ത്. അങ്ങനെ ചെയ്യണവരുമുണ്ട്. ചീഞ്ഞ് നാറുന്ന സമയത്തല്ല, ഉപയോഗശൂന്യമാകുന്ന സമയത്തല്ല, ഉപയോഗിക്കേണ്ട സമയത്ത്. ആമേ. ഹല്ലേലൂയ. അത് ഉപയോഗിക്കേണ്ട രീതി അനുസരിച്ച് വരുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ കൊടുക്കണം ദൈവമക്കളെ. ആ കൊടുത്ത് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി മൂടായെന്ന് ഒരിക്കലും വിളിക്കത്തില്ല. സ്വർഗം അങ്ങനെ വിളിക്കത്തില്ല. ഇതാർക്കും കൊടുക്കുകയില്ല, തിന്നുകയില്ല, തീറ്റിക്കുകയില്ല. ആമേ. എൻ്റേതെന്ന് പറയുന്നവരോട് എനിക്ക് വേണ്ടി മാത്രമെന്ന് നിൻ്റെ കളപ്പുരകൾ വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമുക്ക് മൊത്തവും തിന്നാമെന്ന് ഒരിക്കലും ആമേ നമ്മൾ വിചാരിച്ചാലും, പക്ഷെ ദൈവം കൂടെ വിചാരിക്കണം. 24 അവസാനമാണ്, ഉറങ്ങിപ്പോകരുത്. എല്ലാ ലക്ഷണമുണ്ട്. അനുഗ്രഹമാണ്. 25 ഇതല്ല, 25 ഇതല്ല, അപ്പുറമായൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ 24 അവസാനത്തിലേക്ക് വരുമ്പോൾ ആമേ ദൈവം മറ്റുള്ളവരെ കൂടെ ഒന്ന് കരുതുവാനാ ദൈവം പറയുന്നത്. ഇന്നു മുതലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്ക് ഒരു മാറ്റം നമുക്ക് വേണം. എല്ലാ നിലയിലും ഒരു മാറ്റം വേണം. ആമേ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കണ്ണിൽ, നമ്മുടെ കാഴ്ചയിൽ കാണുന്നത് നമ്മുടേതൊക്കെ എല്ലാം ശരിയാണെന്ന് തോന്നുമ്പോൾ സ്വർഗം പറയും ശരിയല്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ മുഖത്തുകൾ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. പലരും പറയും ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണ്. ഒരിക്കലും ശരിയല്ല. നമ്മുടെ അനുഗ്രഹം കളയരുത്. അവസാന നിമിഷമാണ്, കളയരുത്. ജാഗ്രതയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെ കളപ്പുര പൊളിക്കേണ്ടി വരും. ആമേ. സാധനം കൂട്ടേണ്ടി വരും. കൂട്ടിക്കഴിയുമ്പോൾ പറയും അവസാനം ദൈവം വിളിക്കേണ്ടി വരും, മൂടാന്ന് വിളിക്കേണ്ടി വരും. നോക്കി വിളിക്കേണ്ട അവസ്ഥ വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി പറയാ, എന്നെ നോക്കി പറയാ, ഇന്ന് സാധനം നോക്കി പറയാ. ദൈവം വിളിക്കുക അവസരം കൊടുക്കാതെ ദൈവം തരുന്ന അനുഗ്രഹത്തെ ഇന്ന് മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുവാൻ, നിനക്കൊന്ന് ഷെയർ ചെയ്യുവാൻ ഇന്ന് നിനക്ക് മനസ്സുണ്ടോ? അനുഗ്രഹം ഷെയർ ചെയ്യണം. ഇന്ന് നമ്മുടേതായി മാറ്റി, എൻ്റേത് രീതി മാറ്റുവാൻ. ഇന്ന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, ആഹാര സാധനത്തെക്കുറിച്ച് പറയുകയാണ്, ഭക്ഷ്യദാനത്തെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് കഴിക്കേണ്ട സാധനങ്ങൾ ഇന്ന് കഴിക്കണം. ഇന്ന് എല്ലാവർക്കും എളുപ്പമുണ്ട്. അന്നത്തെ കാലത്തെക്കാട്ടിലും ഇന്നൊരു മോർച്ചറി കണ്ടുപിടിച്ച ശേഷം എല്ലാ വീട്ടിലും മോർച്ചറി ഉണ്ട്. എന്താണ്? ഫ്രിഡ്ജ്. അതാ മോർച്ചറി. മോർച്ചറി എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. പെട്ടെന്ന് കഴിക്കുക, പെട്ടെന്ന് കൊണ്ടുവയ്ക്കുക, വീണ്ടും എടുക്കുക, വീണ്ടും കൊണ്ടുവയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് സൂക്ഷിക്കുക ഒരു പരിധി ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു സാധനം കഴിക്കുന്നൊരു സാധനം ഒരു മാസമൊക്കെ വെച്ച് നോക്ക്. നമ്മൾ മീന് തന്നെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചാൽ ഞാനതെനിക്ക് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്കത് പിടിക്കത്തില്ല. ഞാൻ പറയും അതെനിക്ക് പറ്റത്തില്ല. ഒരു ദിവസമാണെങ്കിൽ പോട്ട് പിറ്റേന്നുണ്ടെങ്കിൽ, പക്ഷേ
ചില 6 മാസം കൊണ്ട് കഴിക്കുന്നവരുണ്ട് വേവിച്ച് വെച്ച്. അതുപോലെ പേര് കേട്ട ഒരിക്കൽ സ്ഥലം പറയുന്നില്ല, ചാനലിലൂടെ കേൾക്കുന്നുണ്ട്, ഞാൻ അവരെല്ലാം കൂടെ ഞാൻ മടിയും കൊണ്ട് പറഞ്ഞെങ്കിലോ. ഒരു പേര് കേട്ട സ്ഥലത്ത് പോയി മട്ടൺ എടുത്തു. വില കുറവുണ്ടായിരുന്നു. പേര് കേട്ട സ്ഥലം പറയുന്നില്ല, അവർക്ക് പരസ്യമാവണ്ട, നിങ്ങൾ ഞങ്ങോട്ട് പോവുകയും വേണ്ട. കൊണ്ടുവന്ന് വില കുറവായിരുന്നു, മട്ടൺ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ അത് തിന്നാനേ തോന്നത്തില്ല. മോർച്ചറിക്കകത്ത് വെച്ചതാ. നല്ല ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വെട്ടിയതുപോലെ ഇരിക്കുന്നത്. ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഇനി ഒരിക്കലും അങ്ങോട്ട് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. കാര്യം തന്നെ ചിലതും നമുക്ക് അതിനകത്ത് ഇരിക്കുമ്പോൾ നന്നായിട്ട് തോന്നും. ഇന്ന് പലതും അത് കഴിച്ചാണ് പല രോഗിയായി തീരുന്നത്. ദൈവം തരുന്ന ആഹാരത്തെ മാക്സിമം അന്ന് കഴിക്കാന്നുള്ള കഴിച്ചിട്ട് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടോ? ഒരു നന്മ ദൈവത്തിന് കഴിക്കണം, സൂക്ഷിച്ചോ. ചീത്തയാവേണ്ടത് ആ സെക്കൻഡിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ കൊടുക്കുവാൻ. തിരുവചനം പറയുന്നത് അത് നിനക്ക് വേണ്ടി മാത്രം ഒരു വിളവ്. എന്നാൽ ദൈവം ഒരു അനുഗ്രഹം തന്നപ്പോൾ അത് ഞാൻ പിടിച്ചു വെച്ചില്ല, മറ്റുള്ളവരുടെ കൊടുക്കുവാൻ. ദൈവം സഹായിച്ചത് കൊണ്ടാ, അവിടെ അനുഗ്രഹമായി കണ്ടതുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി വരുന്നത്. ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് നമുക്കൊരു അനുഗ്രഹം വർദ്ധിക്കുമ്പോൾ ഇത് ചെയ്യാത്തവരോട് പറയാം, ചെയ്യുന്നവരോടല്ല. ഒരു വാക്കാർ പറയും, എൻ്റേത് എനിക്കുള്ളത് എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പട്ടിണി കിടന്ന് ചിലർ കൊണ്ട് അധ്വാനിക്കേണ്ട മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം ശരിക്കും നാരങ്ങ വെള്ളം പോലും കുടിക്കാത്തവരുണ്ട്. ശരിക്കും ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കില്ല. ജോലിക്ക് പോയാൽ 20 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ വിശന്ന് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കും കഴിക്കത്തില്ല, വീട്ടിൽ വന്നേ കഴിക്കുകയുള്ളൂ. ആ മക്കളെയൊക്കെ നോറ്റി നല്ലപോലെ വളർത്തുന്ന സമയത്ത് ഇന്നെല്ലാം കാര്യങ്ങൾ ആ മക്കൾ തന്നെ അപ്പനെതിരായിട്ട് വടിയെടുക്കുകയാണ്. അമ്മയ്ക്കെതിരായിട്ട് വടിയെടുക്കുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ എൻ്റേതെന്ന് കരുതി എത്രയോ പിതാക്കന്മാരിനകത്തുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട് നിങ്ങളെ വയറിറുക്കി നിങ്ങളെ മക്കൾക്ക് കൊടുത്തത്. നിങ്ങൾക്ക് നല്ല ഫുഡ് പോലും കഴിക്കാതെ അല്ലേ, നല്ല ഭക്ഷണം കഴിക്കാതെ, ചില പോകുന്നിടത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ പോകുന്നിടത്ത് ഒരു സാധനം ചിലർ കണ്ടിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല, ഒളിച്ച് ബാഗിനകത്ത് കൊണ്ടുവച്ചിട്ട് മക്കൾക്ക് കൊണ്ട് കൊടുക്കും. ഇന്ന് ആ മക്കൾ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നീ അത് കൊണ്ടുകൊടുത്ത് ഒരു പക്ഷിയുടെ വായ്ക്കകത്ത് അമ്മ പക്ഷി കുഞ്ഞിന് കൊടുത്തതുപോലെ നിങ്ങളുടെ തലമുറകൾ കൊടുത്തത് ഇന്ന് നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അവരെ നോക്കിയാ പറയുന്നത്, ഞാൻ തിന്നും, എൻ്റെ കുടുംബത്തിനുള്ളതാണ്, എൻ്റേതാണെന്ന് പറഞ്ഞ് മാറ്റുമ്പോഴാ ദൈവം പ്രതികരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം നോക്കി പറയുക, ഇന്ന് നമ്മുടെ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണാം. മറ്റൊരു നിലവാരത്തിൽ മാറ്റുമ്പോൾ ഇത് എൻ്റേത്, ഞാൻ ജീവിതകാലം മുഴുവൻ തിന്നുമെന്ന് മനസ്സിൽ കരുതി കളപ്പുര വലുതാക്കി, ഒന്നും നഷ്ടപ്പെടാതെ, ഒരു വക പോലും നഷ്ടപ്പെടാതെ ശേഖരിച്ചു വെച്ചു. ചിലതൊക്കെ പലരും അറിയാതെ ശേഖരിച്ചു വയ്ക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് കരിച്ചയും ഇരുന്ന് പുഴുവും ഇരുന്ന് സകലത് ക്രമിച്ച് നാറുമ്പോൾ പറയും, അയ്യോ എല്ലാം പോയി നശിച്ച്, കരിച്ച കയറുന്നുമ്പേ, വണ്ട് കയറുന്നുമ്പേ, പുഴു കയറി തുരക്കുന്നുമ്പേ, നശിച്ച് പോകുന്നുമ്പേ. അന്നത്തെ ആഹാരത്തെ, ദൈവം തരുന്ന അന്നത്തെ അതിനെ നീ നശിപ്പിക്കരുത്. അന്നത്തെ നശിപ്പിക്കരുത് കുഞ്ഞെ. പലതും നശിപ്പിക്കാതെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ തിന്നുമെന്ന് പറഞ്ഞാൽ അവിടെ നിനക്ക് ദൈവം തെറ്റും. അവരെ നോക്കി പറയുന്നു, ദൈവം അവനോട് പറയുന്നു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും. പിന്നെ ആർക്ക് ഒരുക്കി വെച്ച നീ പിന്നെ അവിടെ തിന്നും. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാൻ നിന്റെ പ്രാണനെ എടുക്കുമെന്ന. ഹല്ലേലൂയ. എത്രയോ ഉണ്ടാക്കി വെച്ചിട്ട്, എത്രയോ ഒരുക്കി വെച്ചിട്ട് ഇന്ന് ഒന്നും കൊണ്ടുപോകാതെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇവിടെ തന്നെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്, ഒരാത്മാവിനെങ്കിലും നേടിയാ. നിനക്ക് ഒരാത്മാവിനെ നേടിക്കഴിഞ്ഞാൽ അതാ നമ്മൾ ആഗ്രഹം, അതായിരിക്കണം. ദൈവ പൈതലേ, നീ കൊടുക്കുന്ന അന്നം പലവരെ മാനസാന്തരത്തിലൂടെ വരുന്നുണ്ട്. എനിക്കും അഭിമാനമുണ്ട്. ഇന്ന് ഈ മുറിഞ്ഞപാല സഭയോട്ട് അഭിമാനമുണ്ട്.
ഭക്ഷ്യദാനം കൊടുക്കുന്ന മുഖാന്തരം പലരും ദൈവത്തെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ടു. ഇതിനകത്ത് ചാരിറ്റി ചെയ്യുന്നത് മുഖാന്തരം അഭിമാനമുണ്ട്. ഇതിനകത്ത് നമ്മൾ മാസം തോറും കൊടുക്കുന്ന ചാരിറ്റി മുഖാന്തരം, അല്ലേ, അരി വാങ്ങുന്ന മുഖാന്തരം, ഭക്ഷ്യദാനം വാങ്ങുന്ന മുഖാന്തരം ദൈവത്തെ അറിഞ്ഞു. അവർ മാനസാന്തരപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു. ദൈവനാമത്തിന് വിതയ്ക്കുന്നതെല്ലാം പലതിൻ്റെ പേര് പറഞ്ഞ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, പലതിൻ്റെയും സ്വഭാവങ്ങൾ മാറുന്നത്. ഇന്ന് ആഹാരത്തിൻ്റെ പേര് പറഞ്ഞല്ലേ, ഒരു കുടുംബത്തിനകത്ത് പറഞ്ഞ പോലെ അപ്പനും അമ്മ തിന്നാലെന്ത് തിന്നില്ലെന്ത്, മക്കൾ ആമേ വേറെ ലെവലിൽ നിന്ന് പുറത്ത് ചെന്ന് കഴിക്കുന്നത് പോലെ കേട്ടു. പുറത്ത് നിന്ന് അപ്പൻ ആമേ മക്കളായിരിക്കുന്ന സമയത്ത് മക്കളെ ഇട്ടിട്ട് പുറത്ത് പോയി കഴിക്കൂ. അപ്പനും അമ്മയ്ക്കും അപ്പനായാലും അമ്മയാലും ഒരു പുറത്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവരെ വയറിനെ ഇറുക്കി അമ്മമാർ ഈ കൂട്ടത്തുണ്ട്. ഹല്ലേലൂയ. മക്കൾക്ക് കൊണ്ടു കൊടുക്കും. കാരണം ആ ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം ഇന്നില്ല. ഇന്ന് ആ സ്നേഹം തലമുറകൾക്കില്ല, നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെടാൻ നിൽക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ആ രീതിയിൽ വിളിച്ച് പറയുന്നതുണ്ട്. 21-ാമത്തെ വിഷയത്തിൽ പറയുന്നുണ്ട്. 21 ദൈവ വിഷയമായി സമ്പന്നരാകാതെ. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 12-ന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവ വിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. നിങ്ങൾ എവിടെ സമ്പന്നരാവണം? ദൈവ വിഷയത്തിൽ, ആത്മീയ കാര്യത്തിൽ നിങ്ങൾ സമ്പന്നരാവണം. ഇന്ന് എവിടെയെങ്കിലും സമ്പന്നനല്ല, ഞാൻ പണക്കാരനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ സമ്പന്നരാവണം? ആത്മീയ ജീവിതത്തിൽ സമ്പന്നരാവണം. ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുന്നത്, സഭയുടെ പ്രവർത്തനങ്ങൾ, മറ്റുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതാ നിങ്ങൾ ദൈവ വിഷയമായി ദൈവനാമത്തിന് വേണ്ടി ദൈവനാമത്തിന് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന ദശാംശങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്ര കാഴ്ചകൾ, അതുപോലെ തന്നെ പല കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ്? അത് ദൈവ സ്വർഗത്തിൽ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു നന്മയിലാണ് നിങ്ങൾ വരേണ്ടത്. ആ ഒരു അനുഗ്രഹത്തിലോട്ട് വരണം. നമ്മുടെ ദൈവീയ കാര്യത്തിന് വേണ്ടി വചനം വിളിച്ച് പറയുന്ന ദൈവ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ സമ്പന്നരാകണം. ആമേ, ഹല്ലേലൂയ. നമ്മൾ ദൈവ കാര്യത്തിലാണ്. നമ്മൾ ദൈവ കാര്യത്തിൽ സമ്പന്നരാണെങ്കിൽ നമ്മുടെ വിഷയം ദൈവം നോക്കിക്കൊള്ളാം. നമ്മുടെ വിഷയത്തെ ആര് കൈകാര്യം ചെയ്യും? ദൈവം കൈകാര്യം ചെയ്യും. കുഞ്ഞ്, ആത്മീയ കാര്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടമായി മാറുന്നുണ്ട്. ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ ദൈവ വിഷയത്തിൽ സമ്പന്നരാകണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്ന മക്കളായി തീരണം. അല്ലാത്ത പക്ഷം നമ്മുടെ ആത്മസകലവും നമ്മൾ ഒരുക്കി വെച്ചിട്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ലാഭമല്ല, നഷ്ടമായി തീരും. ഈ വചനം പറയുമ്പോൾ തന്നെ ചെയ്യണം, ജ്ഞാനത്തോട് പരിജ്ഞാനത്തോട് ചെയ്യണം. ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാവൂ. ദൈവഹിതമില്ലാത്തവർക്ക് ചെയ്യരുത്. ദൈവഹിതമില്ലാത്തവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ ദൈവഹിതമില്ലാത്തവർക്ക് ചിലർ കാര്യം കാണാൻ വേണ്ടി ചേച്ചി അണ്ണാ അത് കഴിയുമ്പോൾ ചില വാക്കുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചെയ്യേണ്ടവർക്ക് മാത്രമേ ചെയ്യാവൂ. ദൈവം സംസാരിക്കും. ദൈവഹിതമില്ലാത്തവർക്ക് ചെയ്യരുത്. അത് ദൈവ പൈതൽ ചെയ്താൽ അവൻ ദൈവം കൊള്ളാവുന്ന ഒരു വ്യക്തി. ഇപ്പോൾ ദൈവത്തിന് ഇത് അനുസരിക്കും. ഞാൻ ഇവിടെ ഒന്നുമില്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ഇവൻ പറഞ്ഞാൽ കേൾക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും. ഇവിടെ മാനസാന്തരപ്പെടും, സ്നാനപ്പെടും. ഒക്കെ അവനെ എന്തുവേണം ചെയ്തു കൊടുക്കാം. ചില കാര്യം കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നുണ്ട്. കൊടുക്കരുത്. അതൊക്കെ ഒരു പരിധിച്ചേ കൊടുക്കാവൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊക്കെ നമുക്കൊരു പരിധിയിലേ നിർത്താവൂ. അപ്പുറമായി കൊടുക്കരുത്. ദൈവഹിതമനുസരിച്ച് ചെയ്യുക. കൊള്ളാം, ദൈവത്തിന് പ്രയോജനപ്പെടും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന് കൊള്ളാമെന്ന് നിൽക്കാം. ഇവ കാര്യം കാണാൻ വേണ്ടിയാണ് നിൽക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. കൊടുത്ത് ചെറുതായിട്ട് കൊടുക്കുക. 10 രൂപ എടുക്കണേ, 5 രൂപ കൊടുക്കാവൂ. ദൈവ വിഷയത്തിൽ നിങ്ങൾ സമ്പന്നരാകാതെ എനിക്ക് തന്നെ നിക്ഷേപിക്കരുത്. കാരണം നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരാത്മീയമായി വളരുന്നവനെ അനുസരിക്കുന്നവനെ നമുക്ക് എന്തു വേണോ ചെയ്തു കൊടുക്കാം.
ഹല്ലേലൂയ. നിങ്ങളെ കൂടെ നിൽക്കുന്നവൻ, അല്ല കൂടെ നിൽക്കുന്ന വ്യക്തി, നിങ്ങളെ കൂട്ടത്തുള്ള വ്യക്തി, ഇവ കൊള്ളാം, ഇവ നല്ലതായിരിക്കും, ദൈവരാജ്യത്തിന് കൊള്ളാം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് കൊള്ളാം, ഇവൻ ദൈവരാജ്യത്തിന് കൊണ്ടുപോകാൻ കൊള്ളാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം, ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കണം. ഒരു വ്യക്തിയെ പലപ്പോഴും ഞാൻ പഠിക്കാതെ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പരാജയങ്ങൾ കടന്നു വരുന്നത്. ഇന്നൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാതെ പലപ്പോഴും ചാടി ചെയ്യുന്നത് കൊണ്ടാണ് പരാജയങ്ങൾ വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന മുമ്പേ 100 വട്ടം ദൈവത്തോട് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ദൈവദാസനെ വിളിച്ച് ചോദിക്കണം, എനിക്കൊരു വ്യക്തിയോട് എനിക്ക് സഹായം ചെയ്യാൻ ആഗ്രഹമുണ്ട് പാസ്റ്ററെ, ചെയ്യട്ടോ. ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ചാടിക്കയറി ഒന്നും എടുത്തടിച്ച് ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങളെ മൊത്തത്തിൽ വീടോടെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയും ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം. ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണമെന്ന് ദൈവത്തിനറിയാം. ദൈവം ഇടപെടും. ദൈവത്തിന് പ്രയോജനമുള്ളതിന് കൊടു, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതിനെ കരകയറ്റ്. പലപ്പോഴും ദൈവത്തിന് പ്രയോജനമില്ലാത്തതിന് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. നന്നാവൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൊള്ളാം, ഇവൻ നന്നാവും, രക്ഷപ്പെടും, അവരെ ഒന്ന് കൈകൊട്. അവരെ സമ്പത്തില്ലെങ്കിലും നമ്മുടെ മേൽ അനുഗ്രഹമുണ്ട്. അവരെ ഒന്ന് കൈത്താങ്ങിയാൽ, അവരെ ഒന്ന് കൈ കൊടുത്താൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുവാനിട വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ വിഷയത്തിൽ നിങ്ങൾ സമ്പന്നനാകണം. എവിടെ സമ്പന്നനാകണം? ദൈവത്തിൻ്റെ വിഷയത്തിൻ്റെ മേൽ സമ്പന്നരാകണം. എന്നാൽ ലൂക്കോസ് സുവിശേഷം 18:10 മുതൽ നമുക്ക് വായിക്കാം. നമുക്ക് എവിടെ നമുക്ക് നോക്കാം. 2 പേർ, സമ്പന്നനെ കുറിച്ചും ഇല്ലാത്തവരെ കുറിച്ചാണ്, പണം ഉള്ളവനും ഇല്ലാത്തവരെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാൻ പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 18:10 വാക്യം. 2 മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. 2 പേരാണ് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. ആരൊക്കെ? ഒന്ന് ഒരു പരീശനും ഒരു ചുങ്കക്കാരൻ. പ്രാർത്ഥിക്കുന്നത് രണ്ടും ഒരുപോലെയല്ല, രണ്ടും 2 രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പരീശൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, പിടിച്ചുപറിക്കാരൻ, നീതികെട്ടവൻ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ അല്ല, ഈ ചുങ്കക്കാരനെ പോലെയും അല്ല ഞാൻ. ഒന്ന് പറഞ്ഞത് മറ്റുള്ളവരെ കുറ്റങ്ങളെ ചെയ്യുന്ന ഒരാളല്ല. ദൈവമേ എന്ന് പറയുന്നത് പിടിച്ചുപറിക്കാരുണ്ട്, നീതി കെട്ടവരുണ്ട്, വ്യഭിചാരികളുണ്ട്. മുതലായവരെ പോലെ ശേഷമല്ല, മനുഷ്യരെ പോലെ അല്ല, ഈ അടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ല ഞാൻ എന്ന് പറയാ. അല്ല ഞാൻ എന്നിട്ട് പറയുന്നു, നിന്നെ ഞാൻ വാഴ്ത്തുന്നു. ഇത് പറഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഒന്നും അല്ല, ഞാൻ ഇതിലൊന്നും പെട്ടവരല്ല, പിടിച്ചു പറിക്കാരനല്ല, മറ്റുള്ള ദോഷം പാപം ചെയ്യുന്നതല്ല, എൻ്റെ അടുത്തിരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അടുത്ത് പറയുക 12 വാക്യത്തിൽ, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പാതാര കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ആഴ്ചയിൽ 2 വട്ടം, ഒരാഴ്ച 2 വട്ടം ഉപവസിക്കുകയാണ്. നല്ല കാര്യം. ഒരാഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നേടുന്നതിൽ ഒക്കെ പാതാരം, ദശാംശം കൊടുക്കുകയാണ്, പുകഴ്ത്തിയാണ്. എന്തൊക്കെ ചെയ്യുന്നു? നല്ല കാര്യങ്ങൾ. ഹല്ലേലൂയ. ഉപവസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അടുത്ത ദശാംശം കൊടുക്കുന്നു, അതെല്ലാം നല്ല കാര്യമാണ്. നേടുന്ന, എനിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൽ നിന്നുള്ളത് ഒക്കെയും പാതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. തന്നെത്താനെ ഒരാൾ ഉയർത്തുകയാണ്. ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, അടുത്തുള്ളവനെ പോലെയല്ല, ഇപ്പുറത്തുള്ളവനല്ല, മറ്റുള്ളവരെ പോലെയല്ല. പലരും ചിലർ അങ്ങനെയോ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ദശാംശം കൊടുക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് പ്രീതിപ്പെടുന്നതല്ലേ നീ ചെയ്യുന്ന കാര്യം. ഹല്ലേലൂയ. തന്നെത്താന് എണ്ണി 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 പ്രാർത്ഥന സമയത്ത്, കർത്താവേ ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എണ്ണി എണ്ണി എണ്ണി
ഓരോന്നും ദൈവസനിൽ കണക്ക് പറഞ്ഞിട്ട് എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് ഒരുവൻ മാറി നിന്നുകൊണ്ട് ചുങ്കക്കാരൻ പരീശൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ അവൻ മാറത്തടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചുങ്കക്കാരൻ, നീതിയില്ലാത്തവൻ, പാപം ചെയ്തവൻ, ആ ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കിയില്ല, നോക്കാൻ പോലും തുനിയാതെ അവൻ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെത്താൻ നമുക്ക് ഉയർത്തുന്നതല്ല, ഇന്ന് മാറത്തടിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ തൻ്റെ നന്മയോ തൻ്റെ അനുഗ്രഹത്തെയോ ഒന്നും എണ്ണി പറഞ്ഞില്ല കുഞ്ഞ്. കാര്യം എന്താണ്? ദൈവത്തിനറിയാം. ചെയ്ത പാപത്തിൻ്റെ കണക്ക് പുസ്തകം ആരേലുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പാപത്തിൻ്റെ കണക്ക് പുസ്തകം ആരുടെ കയ്യിലുണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവൻ ദൂരത്തോ നോക്കാൻ, സ്വർഗത്തെ പോലും നോക്കാൻ കഴിയാതെ തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ ആദ്യ തന്നത്തിന് ഞാൻ പാപിയാണ്. ഒരുപാട് നല്ലെന്ന് പറയുമ്പോൾ ഇന്ന് പാപിയാണ്, ഞാനൊരു പാപം ചെയ്തവനാണ്. ഇന്ന് തൻ്റെ പാപത്തെ വെളിപ്പെടുത്തുവാൻ, ഇന്ന് ദൈവസന്നിധിയിൽ പാപത്തെ വെളിപ്പെടുത്തുവാൻ, നിങ്ങളെ കുറവുകളെ വെളിപ്പെടുത്തുവാൻ, പാപത്തെ വെളിപ്പെടുത്തുവാൻ, പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതം തന്നെ താഴ്ത്തുവാൻ, ജീവിതത്തിൽ എന്തെങ്കിലും 24 അവസാനിക്കുന്നു പറ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ വന്ന് കർത്താവേ, ഈ ആഴ്ച പറ, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ കരയിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവദാസനെ കരയിച്ചിട്ടുണ്ട്, ദൈവരാജ്യത്തെ കരയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. അവസാന നിമിഷമാണ്, നിസ്സാരമായിട്ട് കാണരുത്. എന്തോ കണ്ട് അന്തം പെട്ടിരിക്കുമ്പോൾ ഇരിക്കരുത്. ഹല്ലേലൂയ. ഈ അവസാനത്തെ നിമിഷത്തിന്റെ വിടുതലെടുക്കുമ്പോൾ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു വിടുതൽ എനിക്ക് വേണം കർത്താവേ, എനിക്കൊരു അനുഗ്രഹം വേണം കർത്താവേ. സഭ ഉറങ്ങിപ്പോകരുത്, ദൈവമക്കൾ നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കണം. ഞാൻ വിളിച്ചു പറയുന്ന വചനം ജീവന്റെ വചനമാണ്. ഹല്ലേലൂയ. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഞാൻ പറയും, ഞാനൊരു പാപിയായ ഒരു മനുഷ്യനാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു പാപിയായ സ്ത്രീയാണ് എന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുവൻ തന്നെത്താനെ ഉയർത്തുമ്പോ, തന്നെത്താനെ ഉയർത്തുമ്പോ അടുത്ത ചുങ്കക്കാരൻ പറയുന്നു തന്നെത്താനെ താഴ്ത്തുകയാണ്. നമ്മളെ കുറവുകളെ ഇന്ന് എല്ലാവരും അനുഗ്രഹങ്ങൾ മാത്രമേ നിരത്താറുള്ളൂ. പക്ഷെ ഇന്ന് തന്നെ കുറവുകളെ വിളിച്ചു പറയൂ. എത്ര പേർക്ക് മനസ്സുണ്ട്? ഇതിനകത്ത് വന്നിരിക്കുമ്പോ, ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോ ഞാൻ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ ബലഹീനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ സന്നിധിയിൽ ഒന്ന് പറയുവാൻ, ഏറ്റു പറയുവാൻ. വീഴ്ചകൾ വന്നു, എനിക്ക് അനുസരണക്കേടുകൾ വന്നു അപ്പച്ച. പാസ്റ്റർ പലപ്പോഴും പറഞ്ഞു, മാനസാന്തരപ്പെട്. ഞാൻ കേട്ടില്ല കർത്താവേ, അതൊരു പാവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വാങ്ങൽ കൊടുക്കൽ വന്നത് പാവമായി തീർന്നു. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഞാനൊരു പാപിയായ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ഇന്ന് രണ്ടുപേരും ആലയത്തിൽ നിൽക്കുമ്പോൾ, ഒരാൾ ആലയത്തിനകത്ത് നിൽക്കുന്നു, ഒരാൾ വളരെ ദൂരത്തേക്ക് സ്വർഗത്തെ പോലെ നോക്കാൻ കഴിയാതെ മാറത്തടിക്കുന്നവന് രണ്ടുപേരെയോ ഒരുപോലെ നോക്കുന്ന സ്വർഗം. രണ്ടുപേരെ ഒരുപോലെ നോക്കുന്നുണ്ട്. ഒരു പാപം ചെയ്തവനെയും ചെയ്യാത്തവനെയും, രണ്ട് നീതിമാനെയും നീതി അല്ലാത്തവനെയും രണ്ടുപേരെയും ദൈവം ഒരുപോലെ നോക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഭാവി എന്നോട് കരുണയുണ്ടാകണമേ, മനസ്സലിയണം. ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് എന്നോടൊന്ന് മനസ്സലിയണമെന്ന്. നമ്മുടെ അനുഗ്രഹത്തിൽ ഇതുവരെ നമ്മൾ നിർത്തിയത്, ഈ 24 വരെ നടത്തിയത് നമ്മുടെ കഴിവോ നമ്മൾ യോഗ്യത കൊണ്ടൊന്നും അല്ല, അല്ലേ? ഈ വർഷം ഇതുവരെ നടത്തിയത് അല്ല ഞാൻ ഈ പള്ളിയിലൊക്കെ നല്ലത് ചെയ്തുകൊണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ദശാംശവും കൊടുത്തതുകൊണ്ടൊന്നും അല്ല. പള്ളി വരെ മുടങ്ങിയിട്ടുണ്ട് ഈ മാസം. ഈ വർഷം പള്ളി വരെ മുടങ്ങി, ആരാധന വരെ മുടങ്ങിയവരാ. യോഗ്യനല്ല, ഞാൻ കുറവുണ്ട്, പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിൽ വാങ്ങലിൽ കുറവ് വന്നിട്ടുണ്ട്, പ്രവൃത്തിയിൽ കുറവ് വന്നിട്ടുണ്ട്. സ്വന്തം കുറവുകളെ മൂടി വയ്ക്കാതെ, സ്വന്തം കുറ്റങ്ങൾ മറ്റുള്ളവർ കുറ്റം അടിച്ചു വയ്ക്കാതെ, ഇന്ന് മറ്റുള്ളവരെ കുറ്റം, നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവരുണ്ട്, കുറ്റം കണ്ടുപിടിക്കാൻ വന്നവരുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യ ചുങ്കക്കാരൻ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനല്ല, പരീക്ഷ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപോയിട്ട് ദൈവത്തോട് പറയുമ്പോൾ നീ പറഞ്ഞിട്ടാണ് ദൈവത്തിന് അറിയുക. ഞാൻ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, എൻ്റെ ദൈവത്തിന് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, നിൻ്റെ മധ്യസ്ഥത യേശുവിന് വേണ്ട. നീ പറഞ്ഞിട്ടല്ല ദൈവം വിധിക്കുന്നത്. നീ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതുമായ സകല കാര്യത്തിൻ്റെ മേൽ റെക്കോർഡിങ് എവിടെ നടക്കുന്നുണ്ട്? സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം റെക്കോർഡിംഗായി മാറുന്നത് മനസ്സിലായി. ഭൂമിയിലെ പ്രവൃത്തികൾ, ഈ ഭൂമിയിൽ ചെയ്യുന്ന നല്ലതും മോശമായ സകല കാര്യങ്ങളും വീഡിയോ റെക്കോർഡിംഗ് എവിടെ നടക്കുന്നുണ്ട്? സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയും, ഇവിടുത്തെ ക്യാമറ വെച്ച് റെക്കോർഡിങ്ങിനെക്കാട്ടിലും സ്വർഗത്തിൻ്റെ ഓരോ ചലനം, പുറമേയുള്ള റെക്കോർഡിങ് എവിടെ നടക്കുന്നത്, പക്ഷേ അകത്തുള്ള റെക്കോർഡിങ് സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. അകത്തും പുറത്തുമുള്ള റെക്കോർഡിങ്, വീഡിയോ റെക്കോർഡിങ് എവിടെ നടക്കുന്നുണ്ട്? സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ഹൃദയം കൊണ്ട് വിചാരിക്കുന്ന പാപം വരെ ദൈവം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ എന്നോടൊന്ന് മനസ്സലിയണം. ഇന്ന് നീ ദൈവത്തോടൊന്ന് മനസ്സലിയുവാൻ ഒരു മനസ്സലിവ്. ഞാൻ എൻ്റെ പാപത്തെ, എൻ്റെ കുറവുണ്ട്, എൻ്റെ ബലഹീനമുണ്ട്, താഴ്ചയുള്ള വീഴ്ചയുണ്ട്, ഇത് പറഞ്ഞ് ഏറ്റു പറയുമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മനസ്സ് വരും. ഇത് ഏറ്റു പറയാത്ത പക്ഷമാണ് നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ കൂടുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നമ്മളിന്ന് ഏറ്റു പറയുവാൻ മനസ്സുണ്ടാവണം. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ, വേദനകളെ പ്രയാസപ്പെടുത്തുക. നമ്മൾ മറ്റുള്ളവരുമ്പോൾ ഇതെല്ലാം എനിക്കുണ്ട്. മറ്റുള്ളവരെ പ്രയാസം നമ്മളപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മൾ പ്രയാസപ്പെടുത്താൻ വരുമ്പോൾ പറയണം ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. അവിടെ പ്രശ്നങ്ങൾ പ്രശ്നമായിട്ടല്ല മാറുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എനിക്കുണ്ട് കർത്താവേ. എൻ്റെ കുറവുകളെ, എൻ്റെ പാപങ്ങളെ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കരുണയുണ്ടാകണമേ കർത്താവേ, കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 14 വാക്യത്തിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക്. 2 പെയ്തതിൽ ആരെ പ്രാർത്ഥന കേട്ടു? ആമേ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ടു. ചുങ്കക്കാരൻ യോഗ്യനാണോ? ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയൊക്കെ യോഗ്യനാണോ? അടുത്തിരുന്നൊരു പാവം ശക്തമായിട്ട് 2 പേരും പ്രാർത്ഥിച്ചു. ഒന്ന് മാറി നിന്നും ഒന്ന് അടുത്ത് നിന്നും പ്രാർത്ഥിച്ചതിൽ ആരെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത്? ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഇത് മനസ്സിലാക്കി തന്നെത്താനെ ഉയർത്തുന്നവനല്ല എന്ന് താഴ്ത്തപ്പെടും. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് നമ്മൾ ചെയ്തേ പോകാവൂ. ഇന്നത്തെ അനുഗ്രഹം നമ്മൾ ഇന്ന് തന്നെ പ്രാപിക്കണം. കാര്യം എന്താ? ദൈവം ആമേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ആരെ പ്രാർത്ഥന? നമ്മുടെ കുറവുകളെയും ബലഹീനങ്ങളെയും ഏറ്റു പറയുമെങ്കിൽ, തന്നെത്താനെ ഉയർത്തുന്നവരല്ല, തന്നെത്താനെ താഴ്ത്തി കൊടുക്കുമെങ്കിൽ ഇന്ന് നിന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് ഒരു ചുങ്കക്കാരനായിട്ട് നീ വാ. ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരു ചുങ്കക്കാരന്റെ പക്ഷമായി മാറണം. ആരായി മാറണം? ഒരു ചുങ്കക്കാരനായി മാറണം. ചുങ്കക്കാരനായി മാറിയാലേ പറ്റൂ. പരീശനായി മാറിക്കഴിഞ്ഞാൽ പറയും ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അപ്പുറത്തെ പോലെ അവളെ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. നീ ചെയ്യുന്ന കാര്യത്തോട് പൊക്കി അടിക്കുകയാണ്. ചിലർ പൊക്കി അടിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, ചെയ്യല്ലെന്ന് പലത് പൊക്കി അടിക്കും. പൊക്കി അടിക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കൂല. സൂചിപ്പിക്കുക. ദൈവത്തിനെ നീ സൂചിപ്പിക്കണ്ട, ദൈവദാസനെ സൂചിപ്പിക്കണ്ട, ദൈവസഭയെ സൂചിപ്പിക്കണ്ട, നീ ചെയ്യുന്ന കാര്യം എണ്ണി പറയണ്ട. പക്ഷേ ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് ചെറിയ ട്രോഫിയാണ് കിട്ടിയത്. ചിലർ കരുതിയിരിക്കും, ഇല്ല, നിന്റെ പ്രവൃത്തി ദൈവം കണ്ടിരിക്കുന്നു. അത് വാങ്ങാൻ മനസ്സിലാവും. നിന്റെ പ്രവൃത്തികളെ മാർക്ക് ദൈവം കണക്കിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവൃത്തിക്കനുസരിച്ച് മാർക്കിടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. തൻ്റെ കുറവുകൾ, മറ്റുള്ളവരെ കുറവുകൾ പറഞ്ഞു, പക്ഷേ ഇവളാണ് പ്രശ്നക്കാരി, ഇവള് വന്ന് എന്നെ തള്ളിവിടും, ഞാൻ അങ്ങ് ഓടും. ചിലർ വന്ന് ബാക്കിൽ നിന്ന് തള്ളും, ഞാൻ അങ്ങ് മുമ്പ് ചാടും. പാസ്റ്റർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. സഭയ്ക്ക് തലവേദന ഉണ്ടാക്കരുത്. എൻ്റെ അനുഗ്രഹം പോകുക ഈ വ്യക്തിയാണ്, എൻ്റെ ആത്മീയം നഷ്ടപ്പെടുക ഈ വ്യക്തിയാണ്. അവളാണ് പള്ളിയിൽ പറഞ്ഞ് വീട്ടിൽ നിന്നിപ്പോൾ കോവളത്തുനിന്ന് കറങ്ങിയാണ്. ഞാൻ അവളെ പോലെയൊന്നുമല്ല. പള്ളിയിൽ പറഞ്ഞിട്ട് കോവളം ബീച്ചിൽ കിടന്ന് കറങ്ങിയാണ്. പക്ഷെ ഞാൻ കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് വന്ന് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടല്ലോ. ചിലവർ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞ് ഇവിടെ കറങ്ങുന്നവൻ കറങ്ങി അവൻ ജീവിതകാലം മുഴുവൻ കറങ്ങും. നഷ്ടപ്പെട്ടത് തന്നെയാണ്. ആമേ, ഹല്ലേലൂയ. അതുകൊണ്ട് അവസാന നിമിഷങ്ങൾ ഉന്മേഷത്തോടെ ഇരിക്കണം. തുടക്കം നല്ലതാണെങ്കിൽ അവസാനം നല്ലതായിരിക്കും. ആമേ, ഹല്ലേലൂയ. ഇവിടെ തന്നെത്താനെ ഉയർത്തുകയാണ്. ഇന്ന് ആരൊക്കെ തന്നെത്താനെ ഉയർത്തുന്നുണ്ടോ അവരെല്ലാം താഴ്ത്തപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കാൻ പറയാം, ഇന്ന് ഈ ഭൂമിയിൽ ആരൊക്കെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടോ, ഹല്ലേലൂയ, ഇന്ന് ആരൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്നത് മോശമായ സർട്ടിഫിക്കറ്റാണ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളാ ഏറ്റവും നല്ലത് ചെയ്യുന്നത്. ഞാൻ അവരെ പോലെയൊന്നുമല്ല, ഞാൻ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇല്ല, ദൈവത്തിന് അറിയാം. പറയുന്നിടത്തല്ല, എൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുന്നൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് തന്നെത്താനെ ഉയർത്തിപ്പിടിക്കുന്ന പല കാര്യത്തിൻ്റെ മേലും ദൈവം അതിൻ്റെ മേലൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ തന്നെത്താനെ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞു, ഞാൻ നല്ലത് ചെയ്യുന്നു, എല്ലാ കാര്യവും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലതൊന്ന് പറയുന്നത് ദൈവത്തിന് മോശമായി കാണുന്നുണ്ട്. പാപത്തെ മറച്ചു പിടിക്കുന്നുണ്ട്, എവിടെയോ സംസാരത്തിൽ മറച്ചു പിടിക്കുന്നുണ്ട്. ആദ്യം തന്നെത്താനെ ചുങ്കക്കാരൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, പാപത്തെ ചില മനുഷ്യനാണ്, ഞാൻ പാവിയാണ് കർത്താവേ. ആദ്യം പറഞ്ഞ കാര്യം പാവിയാണ്. ദൈവത്തിൻ്റെ നിത്യസ്നേഹം കൊണ്ടാണ് വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ഇന്ന് നല്ലതെന്ന് പറയണമെങ്കിൽ ദൈവം നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടാണ്. ഇന്ന് ദൈവം നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ്. ആദ്യം എന്തായിരുന്നു? ഒരു പാപിയാണ് എന്ന് പറയുവാൻ. ദൈവമേ, നിന്റെ മനസ്സറിയണം, നിന്റെ സ്നേഹം എന്നിൽ വരണം, നിന്റെ കരുണ എനിക്ക് വേണം. ദൈവം മനസ്സറിയണം ഇന്ന് പാപങ്ങളെ ക്ഷമിക്കുവാൻ. ഇന്ന് ഭൂമിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശുവിനാണ്. നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇന്ന് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും നമ്മളെ തന്നെത്താനെ താഴ്ത്തി കൊടുത്തുകൊണ്ട് സ്വർഗത്ത് പോലും നോക്കാൻ കഴിയാതെ മാറത്തടിക്കുന്ന ഒരു ചുങ്കക്കാരെന്ന് കാണുകയാണ്. രണ്ടുപേർ നിൽക്കുന്ന സമയത്ത് ഒരുവൻ തന്നെത്താനെ ഉയർത്തുമ്പോൾ ഒരുവൻ തന്നെത്താനെ താഴ്ത്തുകയാണ്. എന്നാൽ രണ്ടുപേരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നുണ്ട്. രണ്ടുപേരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരാളെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നുള്ളൂ. ഒരു നീതീകരണം ആരിൽ വരുന്നുണ്ട്? ഒരു ചുങ്കക്കാരിൽ വരുന്നുണ്ട്. ഒരു ചുങ്കക്കാരിൽ വരുന്നുണ്ട്. ഒരു ചുങ്കക്കാരിൽ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ചുങ്കക്കാരിൽ വരുന്നുണ്ട്. അത് മാറിപ്പോകരുത്. ഒരു ചുങ്കക്കാരിൽ വരുന്നുണ്ട്. ഒരു ചുങ്കക്കാരിൽ വരുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. യെസ് യെസ് യെസ്. പിടിച്ചെടു 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 പിടിച്ചെടു. ഓ ദൈവ സാന്നിധ്യം, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റിബലവല ശംദല ഭൂഡവരാജപദീനാരകരെ, നിന്റെ പ്രാർത്ഥന, നീ കരയുന്നത്, നിന്റെ കണ്ണുനീർ ആര് കാണുന്നുണ്ട്? സ്വർഗം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. നിന്റെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. യെസ് 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 ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി, ഒരു നീതീകരണം ഇന്ന് മനുഷ്യനല്ല വരേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നീതീകരണം വരണം. മനുഷ്യനല്ല നിങ്ങളെ നീതീകരിക്കേണ്ടത്. മനുഷ്യനല്ല, ഈ ഭൂമിയിൽ മനുഷ്യനല്ല, ദൈവത്തിന്റെ സന്നിധിയിലാണ്. പറഞ്ഞുകൊട്, ദൈവസന്നിധി സമ്മതിച്ചുകൊട്, ഒന്ന് കീഴ്പ്പെട്. ഞാൻ പാപിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥന. ഇന്ന് ആരെങ്കിലും തന്നെത്താന് ഉയർത്തുവാൻ ശ്രമിച്ചാൽ, തിരുവചനം വിളിച്ചു പറയുന്നു, ഇന്ന് ആരൊക്കെ തന്നെത്താനെ ഉയർത്തുവാൻ, ഇന്ന് ഭൂമിയിൽ ആരൊക്കെ ഉയർത്താൻ മറ്റുള്ളവർ ശ്രമിച്ചാൽ,
ഇതിനകത്ത് തന്നെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും ഇവരെ ഉയർത്തി ഏറ്റവും ടോപ്പിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് മനുഷ്യനാണ്. പക്ഷെ ദൈവം ഉയർത്തണം. ദൈവം നിങ്ങളെ ഉയർത്തണം. ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നിന്നെ ഉയർത്തണം. ദൈവം നിന്നെ അംഗീകരിക്കപ്പെടണം. ചിലര് 10 നുണ പറഞ്ഞു കൊടുക്കുമ്പോ, ഇത് 10 നുണ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയുള്ളവരുണ്ട്. പരീക്ഷ പറഞ്ഞു, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇതങ്ങ് നിർത്തണം. ഈ വർഷം 24 എല്ലാ പരിപാടി അങ്ങ് നിർത്തിക്കൊള്ളണം. അവസാനത്തെ ഞായറാഴ്ച പറയുകയാണ്, കർത്താവ് ഞാൻ നന്നാവാൻ പോവുകയാണ്. മനസ്സിൽ വെക്കാനുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളണം. മനസ്സിൽ ഞാൻ വാണിംഗ് പറയുകയാണ്, താക്കീതായിട്ട് പറയുക. മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം, ആത്മനിയോഗം എൻ്റെ മേൽ കിടക്കുക. ശക്തമായി പരിശുദ്ധാത്മാവുണ്ട്. 25-ല് ഈ 25-ൽ 24-ലുള്ളതുപോലെ ആയിരിക്കരുത്. മനസ്സിൽ ഒതുക്കേണ്ടത് മനസ്സിൽ തന്നെ ഒതുക്കണം. നീ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന കാര്യങ്ങളെ വിരാമം ഇടണം. സഭയ്ക്കൊരു ദോഷമായി തീരരുത്. ദൈവരാജ്യത്തിന് ദോഷമായി തീരരുത്. ഞാനൊരു വാണിംഗ് ലാസ്റ്റ് വാണിംഗ് എന്ന് പോലെ വാണിംഗ് ഇടുക. ചില സഹോദരിമാരുടെ ചെവിയിൽ സഹോദരന്മാര് കടിക്കാൻ പോകരുത്. സഹോദരന്മാരെ ചെവിയിൽ സഹോദരിമാര് കടിക്കാൻ പോകരുത്. വാണിംഗ്. ഇതൊരു വാണിംഗ് ആണ്. ഇത് വലിയൊരു വെല്ലുവിളിയാ. അകറ്റേണ്ടത് അകറ്റി തന്നെ നിർത്തണം. അകറ്റേണ്ടത് അത് ചെറിയവനോ വലിയവനോ ആരായാലും അകറ്റേണ്ടത് അകറ്റി തന്നെ നമ്മൾ നിർത്തിയില്ല എങ്കിൽ തലമേൽ കയറും. വീട്ടിന്റെ മുകളിലേക്ക് മരം ചാഞ്ഞാൽ അത് പൊന്ന് കായ്ച്ചാലും അതിനെ മുറിച്ചു കളയേണ്ടി വരും. ഒരു പഴഞ്ചൊല്ലുണ്ട്, വീട്ടിന്റെ കൂരമേല് പൊന്ന് കായ്ക്കുന്ന മരമായാലും കൂരമേൽ മറിഞ്ഞാൽ അത് മുറിച്ചു കളയേണ്ടി വരും. പക്ഷെ നീ പൊന്ന് കായ്ക്കുന്നവരായിരിക്കാം, പക്ഷെ പറയുന്നത് കൂരര മണ്ടയിലോട്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് ചെന്ന് വീഴുന്നത്? സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിലാണ്. ഇന്ന് മറ്റുള്ളവരെ നമുക്ക് ചവിട്ടി താഴ്ത്തി അതിൽ നിന്നുകൊണ്ട് രസിക്കുന്ന പലരുമുണ്ട്. അത് നിർത്തിക്കോളാനാ പറയുന്നത്. ഹല്ലേലൂയ. പരീശൻ മറ്റുള്ളവരെ പാപത്തെ എടുത്തു പറയുകയാണ്. കർത്താവിടെ ഭൂമിയിൽ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു പരീശനെ പറഞ്ഞു, നീയാണ് എനിക്ക് കണക്കൂട്ടണമല്ല. ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്നേ. കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് എത്തിക്കാൻ ദൂതന്മാരുണ്ട്. അതിൻ്റെതായ നടപടി ചെയ്യാൻ ദൈവത്തിന് ആളുണ്ട്. ദൈവത്തിനെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരെ കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് ആമേ അനുഗ്രഹം ആരെയാ പോകുന്നത്? പരീശന്റെ അനുഗ്രഹമാ പോകുന്നത്. ഇന്ന് നമ്മളെ തന്നെ ഒരു പരീശന്റെ പക്ഷത്ത് കൂടാതെ ഒരു ചുങ്കക്കാരന്റെ പക്ഷത്തേക്ക് നിനക്ക് വരാൻ പറ്റുമോ? ഇന്ന് നമ്മള് അല്പമെന്ന ലാഭത്തിന് വേണ്ടി, അല്പമെന്ന സന്തോഷത്തിന് വേണ്ടി, അല്ല അല്പമെന്ന അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കാം പറയുന്നത്. ഇല്ല, അകറ്റേണ്ടത് അകറ്റി തന്നെ നിർത്തുക. പറയേണ്ട കാര്യം വീണ്ടും പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ 9 വട്ടം ചിന്തിക്കണം. ഒരു കാര്യം പറയും മുമ്പേ 9 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണമാണ് പറയുവാൻ. നമുക്ക് ചിന്തിക്കാൻ പോലും മനസ്സില്ല. എനിക്ക് ഇനി പാസ്റ്റേ ഇവിടെ ഇരിക്കുകയാണ്, അത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പേ കളഞ്ഞിട്ടാണ് വരാൻ. ഹല്ലേലൂയ. ഒന്ന് കീഴ്പ്പെടുവാൻ, ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രാർത്ഥന കേൾക്കണം. മറ്റുള്ളവർ ഉയർത്തുന്നിടത്തല്ല ദൈവം നമ്മളെ ഉയർത്തണം.
ഇന്ന് ആരൊക്കെ ഉയർത്തുവാൻ നോക്കിയിട്ടുണ്ടോ അവരെല്ലാം താഴ്ത്ത. വചനം പറയുന്നു, തന്നെത്താനെ ഉയർത്തപ്പെടുന്നവരെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താനെ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടും. നമ്മൾ തന്നെത്താനെ ഉയർത്താനാണ് ശ്രമിക്കേണ്ടത്? ഇല്ല, നമുക്ക് ഉയർത്തേണ്ടത് നമ്മുടെ യേശുവിനെയാണ്. നമ്മുടെ യേശുവിനെ ഉയർത്തുക. എനിക്ക് ഉയർത്തുവാൻ എനിക്ക് വേറെ ആരുമില്ല, എന്റെ യേശുവിനെ എനിക്കുള്ളൂ. ആ സമയം ദൈവവചനം പറയണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. നിന്റെ കൂട്ടത്ത് 10 വന്നിരിക്കും, 2 വന്നിരിക്കും. പരോക്ഷ കാര്യങ്ങൾ പറയാതെ, ഇന്നലെ ചർച്ചകൾ ചെയ്യാതെ ദൈവവചനത്തിൽ മനസ്സ് കൊടുക്കണം. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് കൊടുക്കണം. എങ്ങനെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം, എങ്ങനെ ദൈവത്തിനെ സ്തുതിക്കാം, എത്രത്തോളം ദൈവസേന നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിങ്ങൾ ആകണം. ആത്മാവിലാകുമെങ്കിൽ ദൈവം നിങ്ങളെ നീതീകരിക്കപ്പെടും. നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുവാൻ ഒന്ന് കരുണയുണ്ടാകണമേ എന്ന് മാറത്തടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തന്നെ താഴ്ത്തുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ താഴ്ത്തുവാനല്ല, ദൈവം കാണുന്ന നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ. ഒരുവൻ തന്നെ തന്നെ ഉയർത്തുവാൻ ആഗ്രഹിച്ചപ്പോ ചുങ്കക്കാരൻ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ആരെ പ്രാർത്ഥന കേട്ടു? ചുങ്കക്കാരൻ്റെ. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയുമില്ല. ഇന്ന് പലരും പറയും, എവള് ഒരു യോഗ്യതയും ഇല്ല, എന്താ ഇവർക്കൊന്നും ഒരു അർഹതയുമില്ല. പക്ഷെ സ്വർഗം പറയും, ഇവർക്കാണ് അനുഗ്രഹം. അവർ പറഞ്ഞാൽ കേൾക്കും, അവരനുസരിക്കുന്നുണ്ട്. ഈ നല്ലവരെന്ന് ചമയുന്നവരൊക്കെ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റാണ് പാസ്റ്ററെ, ഞങ്ങളാണ് ഏറ്റവും, ഞങ്ങളില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഇല്ല. പാസ്റ്റർ ബാർപ്പ് മടക്കി കലവും എല്ലാം മടക്കി വെച്ച് അവർ വരുന്നവരെ ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെയൊന്നുമല്ല. നമ്മളല്ല എങ്കിലും ഇവിടെ ദൈവം അവിടെ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളില്ലാതെ ഒന്നും നടക്കത്തില്ല. മഹത്വം ആർക്കാ? ദൈവത്തിനാണ്. ഹല്ലേലൂയ. ഇന്ന് എന്തെങ്കിലും നല്ലത് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിനാണ് മഹത്വം കൊടുക്കുവാൻ, മനുഷ്യനല്ല. ദൈവം നമ്മൾ ഇതുവരെ നടത്തിയ വിധങ്ങൾ, ഇതുവരെ നമ്മളെ സൂക്ഷിച്ചു. ഞാൻ ഇന്ന് നിങ്ങളെ തിരുവചനം വിളിച്ച് പറയുമ്പോൾ, ഇന്ന് നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ ഹല്ലേലൂയ മറ്റുള്ളവരെ വേദനിപ്പിക്കും മുമ്പേ നമ്മൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നും എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നും ഒന്ന് വല്ലപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നല്ലതാ. ഒന്നും ദുരുപയോഗം ചെയ്യാതെ ആത്മീയ കാര്യത്തിൽ വേണ്ടി ജാഗ്രതയോടെയും നമ്മളെപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ താഴ്ത്തി കൊടുക്കുന്നവരായിരിക്കണം. ദൈവസ്നേഹത്തിൽ ഐക്യതയോടെ ആയിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും നമ്മൾ ദൈവസന്നിധി വരുമെന്ന് നിങ്ങളോ ഞാനോ വിചാരിച്ചതാണോ? നമ്മൾ ദൈവസന്നിധി വരാൻ യോഗ്യതയുള്ളവരാണോ? ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനികളൊന്നുമല്ല, എൻ്റെ അപ്പൻ പാസ്റ്ററൊന്നുമല്ല, എൻ്റെ അമ്മ സഭയിലെ സെക്രട്ടറി ഒന്നുമല്ല, ഹല്ലേലൂയ ഒന്നുമല്ല. അപ്പൻ്റെ സ്നേഹമായി എന്നെ മറിച്ചത്, അപ്പൻ്റെ സ്നേഹമായി എന്നെ കൊണ്ട് എത്തിച്ചത്. ഇപ്പോഴും ഞാൻ താഴ്ത്തി കൊടുക്കാൻ മനസ്സെനിക്കുണ്ട്. ഇത് പ്രസംഗിക്കുമ്പോഴും പറയും, എൻ്റെ മേലൊരു കുറവുണ്ട്, എൻ്റെ കുറവുണ്ട് കർത്താവേ. പലരും പറയും, ഞങ്ങളും എല്ലാം പഠിച്ചു എല്ലാം സെറ്റപ്പായി നിൽക്കുന്നവരാണ്. പക്ഷെ അവിടെയല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന് കുറവുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് കുറവുള്ള ദൈവം ആരെ തേടി വന്നു? പാപം ചെയ്തവരെ, കുറവുള്ളവരെ, ബലഹീനമുള്ളവരെ. ആ ബോധ്യത്തോടെ ആയിരിക്കണം 2025 പ്രവേശിക്കുവാൻ. 2025 കാൽ വയ്ക്കോ. പറ, ദൈവനെ കയറ്റി വിടുന്നതാ, ഞാൻ കയറുന്നതല്ല. എന്റെ ദൈവം എന്നെ 2025 കാൽ വയ്ക്കുവാൻ എന്നെ ദൈവം അനുവദിക്കുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ധനവാന്റെ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഒരു ചുങ്കക്കാരന്റെ പ്രാർത്ഥനയുണ്ട്. പണമുള്ളവർ അല്ലേ അതിൻ്റെ ലെവലിലൊക്കെ വരുള്ളൂ, അതിൻ്റെ ലെവലിലൊക്കെ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷേ കൊള്ളാത്തവൻ, സഭയിൽ കയറ്റാത്തവന്, സഭയിൽ പോലും വരുവാനുള്ള മനസ്സ് പോലുമില്ലാതെ അവൻ ദൂരെ നിന്ന്
ദൈവത്തിൻ്റെ വചനം നിലവിളിക്കുന്നത് സ്വർഗം കേൾക്കുന്നുണ്ട്. ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ നിലവിളി ഹല്ലേലൂയ സ്വർഗത്തിലെത്തുന്നുണ്ട്. ഇന്ന് മറ്റുള്ള മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ക്ഷമിക്കുവാനും എല്ലാവരുടെ മുമ്പിൽ താഴുവാനും നമ്മൾ മനുഷ്യൻ്റെ മുമ്പിലല്ല താഴുന്നത്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. നിങ്ങൾ ദൈവസഭയിലൊന്ന് താഴുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ്. മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ വരില്ല എന്ന് ഞാൻ പറയില്ല. നമ്മൾ 2 കൈ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാകത്തുള്ളൂ കുഞ്ഞേ. 2 കൈ അടിച്ചാലേ ശബ്ദമുണ്ടാകത്തുള്ളൂ. 2 കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദമുണ്ടാകുള്ളൂ. നീ ആരാണെന്ന് തെളിയിക്കേണ്ടത് സഭയിലല്ല, നീ പോകുന്നിടത്തല്ല, നിന്റെ വീട്ടിലുമല്ല. നമ്മൾ ആരാണെന്ന് നല്ലതുപോലെ ആർക്കറിയാം? സ്വർഗത്തിൻ്റെ ദൈവത്തിനറിയാം. കണ്ണുകളെ ഒരിക്കലും സ്വർഗത്തിൻ്റെ കണ്ണിൽ മുളപൊടിയിടാൻ പറ്റത്തില്ല. സ്വർഗം മനുഷ്യന്റെ മുമ്പിൽ മുളപൊടിയിടാം, അല്ലേ? മനുഷ്യന്റെ മുമ്പിൽ കൃത്യമായിട്ട് മുളപൊടിയിടാം. പക്ഷെ സ്വർഗത്തിന്റെ ദൈവത്തിന് മുമ്പിൽ മുളപൊടിയിടാൻ പറ്റത്തില്ല. ആ സ്വർഗത്തിന്റെ കണ്ണിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുവാൻ എല്ലാ വിഷയത്തിലും, ആത്മീയയിലായാലും ഞാൻ താഴ്ത്തി കൊടുക്കുക. കർത്താവിനെ ഇന്നലെ ഇത്രയും ചാലക പ്രസംഗിച്ചു, അല്ല ഇത്രയും വലിയ കൺവെൻഷനിൽ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് ഞാനല്ല, താഴ്ത്തി കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം അടുത്ത ദൈവം അയക്കുന്നിടത്ത് നമുക്ക് പോകാന്നേ. ദൈവം പറയുന്നിടത്ത് പോകാം. ദൈവം തരുന്ന നമുക്ക് ഭക്ഷിക്കാം. ദൈവം തരുന്ന അനുഗ്രഹത്തിൽ നമുക്ക് തൃപ്തിപ്പെടാം. ഹല്ലേലൂയ. ദൈവം തരുന്ന അനുഗ്രഹത്തിലേക്ക് നമുക്കൊന്ന് തൃപ്തിപ്പെടുവാൻ ഒന്ന് മനസ്സുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീതീകരിക്കപ്പെടുന്നവരായി 2024 നിങ്ങളുടെ പ്രാർത്ഥന കേട്ട വർഷമായി മാറണം. ഇതിനകത്ത് പലരും പ്രാർത്ഥന കേട്ട് അനുസരിച്ചത് കൊണ്ടാണ് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിയത്, അല്ലേ? 24 അനുസരിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. ഞാൻ കർത്താവ് 24 അനുസരിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. 24ന്റെ അനുഗ്രഹം 24 തന്നെ നിങ്ങൾ തൃപ്തിപ്പെടണം. 24 പിടിച്ചെടുക്കണം. അനുഗ്രഹം 24 തന്നെ പിടിച്ചെടുക്കണം. മറ്റൊരു ദിവസത്തേക്ക് പോകരുത്. അല്ല, സ്വർഗം നിന്നെ നോക്കി മൂടായി എന്ന് വിളിക്കരുത്. 24 നീ ഫലം കായ്ച്ചില്ല എങ്കിൽ മൂടായി എന്ന് വിളിക്കരുത്. ദൈവ സകലത്തിൻ്റെ മേൽ ഓരോ ദിവസത്തിൻ്റെയും ഓരോ മാസത്തിൻ്റെയും ഓരോ വർഷത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വെച്ചിരിക്കുമ്പോൾ അത് നമ്മൾ തൃപ്തിയോടെ കടന്നു പോകണം. അനുഗ്രഹത്തിൻ്റെ മധ്യേ ദൈവം നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം പ്രാപിക്കാനാണ്. ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? എന്തായിട്ട് വിളിച്ച? ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ടാണ്. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളല്ല, പ്രിയ മക്കളായിട്ടാ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേൽ എന്ത് വരുന്നുണ്ട്? ഒരു നീതീകരണം വരുന്നുണ്ട്. ഒരു നീതീകരണം, പ്രാർത്ഥനയ്ക്കൊരു നീതീകരണം വരണം. ഇത് നമ്മുടെ പ്രവൃത്തികളൊക്കെ ദേഷ്യമുണ്ട്. ദേഷ്യമില്ലാത്തൊരാരുമില്ല. ദേഷ്യപ്പെടുന്നിടത്ത് മാത്രം ദേഷ്യപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് ചിരിക്കണം. എല്ലാവരും അവസാന നിമിഷം കൈ കൊടുത്ത് ഈ ആരാധന തീരുമ്പോൾ സഹോദരിമാരൊക്കെ കരം കൊടുത്ത് എല്ലാവരും ഒന്ന് ഗോഡ് ബ്ലെസ് യു പറഞ്ഞാണ് തിരിയുവാൻ. അതിന്ന് മാത്രമല്ല, ഈ വർഷത്തിൽ നമ്മൾ ഇത്രത്തോളം ഒരുമിച്ച് നിർത്തിയനായി, ദൈവം ഒരുമിച്ച് നിർത്തിയനായി ഒന്ന് കൈ കൊടുത്ത് ആ സ്നേഹത്തെ ഒന്ന് കൈമാറണം. നിങ്ങൾ കൈ കൊടുത്തൊന്ന് സ്നേഹത്തെ ഒന്ന് കൈമാറുമ്പോ സ്വർഗത്തിന്റെ കരം നിങ്ങളുടെ മേലെ ഇറങ്ങി വരികയാണ്. ഇത് പറ, 24 സ്നേഹം നിർത്തിയനായി സ്തോത്രം. പിശാച് അല്ലെ ശത്രു നിങ്ങൾ അകറ്റാൻ നോക്കിയില്ലയോ? ഈ സ്നേഹത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ നോക്കിയില്ലയോ? എത്ര വരെ പറിച്ചു മാറ്റാൻ നോക്കി, പക്ഷെ ദൈവം അതിനെ സൂക്ഷിച്ചു. ചില വേദനകളും പ്രയാസത്തിന്റെ നടുവിൽ ബുദ്ധിമുട്ട് മനുഷ്യൻ എന്ത് വേണോ പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, ആത്മീയ ജീവിതത്തിൽ മനുഷ്യൻ എന്ത് വേണോ പറയട്ടെ, കേൾക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പറയുക, മനുഷ്യൻ പറയുന്ന ഒന്നിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. ദൈവം പറയുന്ന വാക്കിന് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. മനുഷ്യന്റെ വാക്ക് നീ കേൾക്കുമോ, നീ അത് നാശത്തിലോട്ടാ പോകുന്നത്. മനുഷ്യന്റെ വാക്കിനല്ല, ദൈവവചനത്തിനത്രേ. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നീതീകരിക്കപ്പെടണം. ദൈവമാണ് നീതീകരിക്കുക, മനുഷ്യനല്ല. നമ്മൾ നല്ല സർട്ടിഫിക്കറ്റ് ആര് തരണം? സ്വർഗത്തിലെ ദൈവം നമുക്ക് തരണം.
അതിനുവേണ്ടി ആമേ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി ആമേ നല്ല ദാസരായി നീതീകരിക്കപ്പെട്ടായി 2024 നീതീകരിക്കപ്പെടുന്നവരായി തീരണം. പ്രൈസ് ദി ഹല്ലേലൂയ. 25-ലല്ല 24-ൽ നീതീകരിക്കപ്പെട്ട സകല വിഷയത്തിന്റെ മേൽ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് ഇതുവരെയും ഞങ്ങൾ നിർത്തിയനായ സ്തോത്രം. ദൈവം ഇതുവരെ ഇടപെട്ടനായ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന, ചാനലിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ 2024 താൻ പ്രസംഗിച്ചത് മന്ന TV-യിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു. മീഡിയ ടുഡേയിലൂടെ കേൾക്കുന്ന ദൈവമക്കൾക്ക് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് മീഡിയയിലെ ഡയറക്ടറായി പ്രാർത്ഥിക്കുന്നു. ഇത് സംപ്രേഷണം ചെയ്യുന്ന ചാനലിൻ്റെ ഉടമസ്ഥനും അതിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പല ഭവനങ്ങളിൽ എത്തിക്കുവാൻ, ചാനൽ എത്തിക്കാൻ സഹായിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. മന്നാറ്റിയുടെ ഡയറക്ടറായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ പല ഭവനങ്ങളിൽ എത്തിക്കുവാൻ ആ ദൈവ ഡയറക്ടറിനെ ഓർത്ത് അനുഗ്രഹിച്ചനായ സ്തോത്രം. ദൈവദാസനെയും കുടുംബത്തെയും മിഷണറി ഓർത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന, ലോകരാഷ്ട്രങ്ങളിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം. അവർ ജീവിതത്തിൽ അപ്പോൾ ഈ ഒരു വർഷം മുഴുവനും ചാനലിലൂടെ യൂട്യൂബിൽ കേൾക്കുവാൻ, പ്രസംഗം കേൾക്കുവാൻ ദൈവകൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ പ്രാർത്ഥനയ്ക്ക് നീതീകരണം ഉണ്ടാവണം. ചാനലിലൂടെയും മീഡിയയിലൂടെയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് സംരക്ഷണം ചെയ്യുന്ന എല്ലാവർക്കും ഒരു നീതീകരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സഭയിലായിരിക്കുന്ന എല്ലാവർക്കും ഒരു നീതീകരണം ഉണ്ടാവട്ടെ. അവരെ പ്രാർത്ഥനയ്ക്ക് നീതീകരണം ഉണ്ടാവട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.